പാലക്കാട് മണ്ഡലത്തിലേക്ക് ശോഭാ സുരേന്ദ്രനെ പരീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ ഒരു ട്രെൻഡ് കാണിക്കുന്നത് അവിടെ UDF ആണ് എപ്പോഴും ഒരു ട്രെൻഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ ശ്രീധരനെ പോലെയുള്ള വലിയ ഒരു മഹാമനുഷ്യ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നോക്രാറ്റ് മത്സരിച്ചിട്ട് പോലും അവസാന റൗണ്ടിൽ കണ്ണാടി ഗ്രാമപഞ്ചായത്തൊക്കെ എണ്ണിയപ്പോൾ അവസാന റൗണ്ടിൽ ശ്രീധരൻ തോറ്റുപോയി. അവിടെ ഷാഫി പറമ്പിലാണ് ജയിച്ചത്. മുസ്ലിം ബെൽറ്റെല്ലാം എണ്ണിയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജയിച്ചത് ഷാഫി പറമ്പിലാണ്. മാത്രമല്ല അവിടുത്തെ BJPയിൽ അതിശക്തമായ ഗ്രൂപ്പ് പോലുള്ള സ്ഥലമാണ്. ഞാൻ പറയുമ്പോൾ മറ്റൊന്നും കരുതരുത്. BJP ഒരു പ്രാവശ്യം അധികാരത്തിൽ വന്നാൽ അവിടെ നിലനിർത്താൻ അവർ വലിയ ബുദ്ധിമുട്ടുന്നു. അത് പന്തളം മുനിസിപ്പാലിറ്റി ആയാലും BJP പോയി. ഇപ്പോൾ അതുകൊണ്ടാണല്ലോ എതിരാളികൾ പറയുന്നത് ശബരിമലയുടെ ഇത്രയും വിഷയമുള്ളപ്പോഴും പന്തളം മുനിസിപ്പാലിറ്റി കണ്ടോ CPM പിടിച്ചതെന്ന് ചോദിക്കുന്നില്ലേ. അതുപോലെ തന്നെ കള്ളിക്കാട് പഞ്ചായത്ത്, വെങ്ങാനൂർ പഞ്ചായത്ത്, കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത്, ഇങ്ങനെ നിങ്ങൾ ഏത് പഞ്ചായത്ത് എടുത്ത് നോക്കോളൂ, അല്ലെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റി എടുത്ത് നോക്കോളൂ. ഒരു പ്രാവശ്യം അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്രൂപ്പ് പോലും തമ്മിത്തല്ലും ബഹളം ഉണ്ടാക്കി അത് കളഞ്ഞിരിക്കും. പാലക്കാടും അത് സംഭവിക്കുന്നു. അവിടെ ഒരു ശിവരാജൻ, വളരെ സീനിയറായിട്ടുള്ളൊരു സംഘപ്രവർത്തകൻ, സംഘത്തിലൊക്കെ പ്രവർത്തിക്കുന്ന വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്. അദ്ദേഹവും ചില പരാതിയും പരിഭവമായിട്ട് അദ്ദേഹം നടക്കുന്നു. പ്രമീള ദേവി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, അവർ കുറേ പരാതിയും പരിഭവങ്ങളായിട്ട് നടക്കുന്നു. കൃഷ്ണകുമാറിൻ്റെ ലെവലിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി നടക്കുന്നു. ഇതിലൊക്കെ മനംനൊന്തും ബഹളം ഉണ്ടാക്കിയും തനിക്ക് അർഹമായ സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ വളരെ രസകരമായ ഒരു രാഷ്ട്രീയമാണ് പാലക്കാട് BJPയിൽ കാണുന്നത്. എന്നാൽ അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ മനോഹരമായിട്ട് നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിൽ ജയിക്കാവുന്ന എല്ലാ സാഹചര്യവും കിട്ടിയിട്ട് ആ പയ്യൻ അല്ലെങ്കിൽ അയാൾ അത് കളഞ്ഞു കുളിച്ചു. MLA അത് കളഞ്ഞു കുളിച്ചു. ഇവിടെ ഉള്ള സ്ത്രീകളോടൊക്കെ പറഞ്ഞും ചാറ്റ് ചെയ്തെന്നും മെസ്സേജ് അയച്ചെന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് വളരെ നാശക്കോട്ടയായി നിൽക്കുന്നു. അപ്പോഴും അയാൾ ചില ഇൻ്റർവ്യൂ ഒക്കെ നടത്തി വെളുപ്പിച്ച് വരാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കുമോ? ശോഭാ സുരേന്ദ്രൻ BJP കാൻഡിഡേറ്റ് വരുമോ? അതോ കൃഷ്ണകുമാർ അവിടെ നിന്നാൽ വലിയ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ട്, ഗ്രൂപ്പ് പ്രതിസന്ധികളുള്ളതുകൊണ്ട് കൃഷ്ണകുമാർ വരുമോ? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി സന്ദീപ് വാര്യറായിരിക്കുമോ വരുന്നത്? അതോ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്, ഷാഫി പറമ്പിൽ 2 കാരണങ്ങൾ കൊണ്ട് കേരളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, KPCCയുടെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയാണ്. 2, മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ മുഖമാണ്. മാത്രമല്ല അദ്ദേഹം ജയിച്ചാൽ മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു മുഖമാണ്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഷാഫി പറമ്പിലിനെ നിർത്തി മന്ത്രിയാക്കാനുള്ള ഒരു ശ്രമം സതീശൻ ചെയ്താലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെയാണെങ്കിൽ ഷാഫി അവിടെ മത്സരിക്കും. ഷാഫി മത്സരിച്ചാൽ മന്ത്രിയാകാനുള്ളൊരു സാധ്യത വച്ചുകൊണ്ട് ഷാഫി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും BJPക്ക് പാലക്കാട് വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. അതേസമയം സംഘടനാപരമായിട്ടുള്ള തളർച്ച കൂടി കൊണ്ടാണ് പാലക്കാട് BJPക്ക് ഈ തളർച്ച വരുന്നത് എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ ആദ്യം അവർ സംഘടനാപരമായി ശരിയാവണം, സംഘപരിവാർ ശരിയാവണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയുള്ള ശരിയാവണം. സംഘപരിവാർ ശരിയാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. അല്ല സംഘപരിവാർ രാഷ്ട്രീയ സംഘടനയല്ലല്ലോ. അവർ സ്വതന്ത്രമായ സേവന പ്രവർത്തനങ്ങളും ആതുരാലയ പ്രവർത്തനങ്ങളും ആതുര സേവന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനം നടത്തി പോകുന്ന ഒരു വേറൊരു സംഘമാണ്. പക്ഷേ അവർ രാഷ്ട്രീയത്തിൽ അതിൻ്റെ ആളുകൾ വന്ന് ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഈ BJPയുടെ സാധാ പ്രവർത്തകരും അവരും തമ്മിൽ ഉണ്ടാകാവുന്ന ഒരു ആത്മസംഘർഷം അവിടെ ഉണ്ട്. അത് വളരെ കൃത്യമായി അവിടെ ഉണ്ട്. അത് പരിഹരിക്കാൻ BJPക്ക് കഴിയുമോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആൾ, ശോഭാ സുരേന്ദ്രന് പല മണ്ഡലങ്ങൾ പറയുന്നുണ്ട്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പറയുന്നുണ്ട്, ആറ്റിങ്ങൽ കഴിയില്ല, അത് മറ്റേ കായംകുളം പറയുന്നുണ്ട്, ആലപ്പുഴ പറയുന്നുണ്ട്, തൃശ്ശൂർ പറയുന്നുണ്ട്, പാലക്കാടും പറയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെയാണ് പാലക്കാട് കൊണ്ട് നിർത്തുന്നതെങ്കിൽ അതൊരു വലിയ പരീക്ഷണമായിരിക്കും. നേരത്തെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ ശ്രീധരന് പകരം ശോഭാ സുരേന്ദ്രനെ പരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഷാബിയുടെ കാര്യം കുറച്ചുകൂടി കടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചപ്പോഴും അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ, ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നെങ്കിലും നല്ലൊരു ഹൈപ്പ് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം വരാൻ പോകുന്നത് UDF അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ ഷാഫി പറമ്പിലിനെ പോലുള്ള ആൾ അവിടെ മത്സരിച്ചാൽ മന്ത്രിയാകാനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളൊരു പ്രചരണമൊക്കെ പോയാൽ സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ടുകൾ നന്നായി കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുകയും ഹിന്ദു വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ ഷാഫി പറമ്പിലിന് അവിടെ ജയിച്ചു കയറാൻ കഴിയും എന്നുള്ളതാണ് പാലക്കാടിൻ്റെ രാഷ്ട്രീയം. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ കുറേ വോട്ട് എന്തായാലും പിടിക്കും. അയാൾ MLA ആണ്, ചെറുപ്പക്കാരനാണ്. കുറേ ആളുകൾ അയാൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട് ഇപ്പോൾ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് വോട്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കും. സ്വതന്ത്രനായി മത്സരിച്ചാലും അദ്ദേഹം എന്തായാലും പാർട്ടി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ സ്വതന്ത്രനായി ചിലപ്പോൾ അദ്ദേഹം മത്സരിച്ചേക്കാം. ഇതാണ് പാലക്കാടിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം. പക്ഷേ അവിടെ പല മുനിസിപ്പാലിറ്റി എടുത്തു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ BJP ആണ്, ഹിന്ദു ഒരു കോർഡിനേഷനുള്ള സ്ഥലമാണ്, ഹിന്ദുവിൻ്റെ ഒരു ഏകീകരണം നടക്കുന്ന സ്ഥലമാണ്.
അപ്പോൾ അവിടെ വലിയ തോതിലാണ് ഹിന്ദുക്കളുടെ കൺസോൾട്ടേഷനുള്ളത്. ബ്രാഹ്മിൺസ് ഉണ്ട്, അഗ്രഹാരങ്ങളുണ്ട്, അതുപോലെ തന്നെ പിന്നെ നായേഴ്സുണ്ട്, നമ്പൂതിരും പല വിഭാഗത്തിലുള്ള മുതിർന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുള്ളൊരു പ്രദേശമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ വലിയ സാധ്യത ബി ജെ പിക്കുള്ള അതവരെല്ലാം നല്ലൊരു ശതമാനവും ബി ജെ പിയുമാണ്. അപ്പോൾ ബി ജെ പിക്ക് സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ്, ഒരു മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ ആ സാധ്യതയെ ഇല്ലായ്മ ചെയ്യുന്നത് ഞാനീ പറഞ്ഞതുപോലെ ഒരു വശത്തെ മുസ്ലിം കൺസോൾട്ടേഷനും മറുവശത്ത് ഹിന്ദു കൺസോൾട്ടേഷൻ അതുപോലെ നടക്കുന്നില്ല. അതിന് പകരം സ്പ്ലിറ്റ് നടക്കുന്നുണ്ട് ഇപ്പുറത്ത്. ആ സ്പ്ലിറ്റ് ഉണ്ടാകുന്നത് പിളർപ്പെന്ന് പറഞ്ഞാൽ ആളുകൾ പിളർന്നു പോകുന്നതല്ല, വോട്ടിൽ പിളർപ്പുണ്ടാകുന്നുണ്ട്. ഇത് രണ്ടും കൂടി സംഭവിക്കുമ്പോഴാണ് പാലക്കാട് നാം വിചാരിക്കുന്ന സ്ഥലത്തേക്ക് പാലക്കാട് നിൽക്കാത്തത്. പാലക്കാട് ബി ജെ പി തോറ്റുപോയാൽ അത്ഭുതമില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ അതിശക്തമായ ഫൈറ്റായിരിക്കും, വലിയ ഫൈറ്റായിരിക്കും. അതിനേക്കാൾ നല്ലത് ശോഭ കുറച്ചുകൂടി ജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ശോഭയെ തന്നെ പരീക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവർ പലവട്ടം മത്സരിച്ച് തോറ്റിട്ടുള്ളതാണ്. അതിപ്പോൾ ബി ജെ പിക്കാരെല്ലാം പലവട്ടം മത്സരിച്ച് തോറ്റവരാണ്. ഇനി അവർക്ക് ജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ വേറെ 2020 അവരോട് വന്നിട്ടുണ്ട്, പല സംഘടനകളും അവരോട് പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ബി ജെ പി ഒരു പുനർവിചിന്തനം നടത്തി ചിലപ്പോൾ ജയിച്ചേക്കാം. പല സ്ഥലങ്ങളിലും സർവേകളിൽ പോലും 1 മുതൽ 3 സീറ്റുകൾ വരെ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ 5 സീറ്റ് വരെ ആയാലും അല്ലെങ്കിൽ 10 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയാലും അത്ഭുതമില്ല എന്നുള്ള ഒരു പഠനങ്ങളൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ബി ജെ പി അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്നത് യു ഡി എഫ് ആണ്. ആ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കുന്നതാണ് ശരി. ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ ഇനിയല്ല വി ടി ബലറാമാണോ മത്സരിക്കുക അറിയത്തില്ല, മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ അവിടെ വരുമോ എന്നറിയത്തില്ല. അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ മത്സരം. എന്തായാലും പാലക്കാട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മണ്ഡലമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്.